ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ബീഫ് ഫ്രൈ. അപ്പോൾ ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അത് നന്നായി ക്ലീൻ ചെയ്ത് ഈ പാത്രത്തിൽ കുക്ക് ചെയ്യാം. ഈ പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോൾ ഏകദേശം 25 മിനിറ്റ് എടുക്കും അത് കുക്കായി കിട്ടാൻ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പ്രഷർ കുക്കറിലും കുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസ് ഇഞ്ചി, 8 വെളുത്തുള്ളി അല്ലി, 4 പച്ചമുളക് ചതച്ചതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഈ ഗരം മസാല പൗഡർ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇനി ഈ മസാലകളെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഇത് ഫ്രോസൺ മീറ്റായ കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ നിങ്ങൾ ഫ്രഷ് മീറ്റാണ് വാങ്ങുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്ക് ചെയ്യുക. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഏകദേശം 25 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഇറച്ചി വെന്ത് കിട്ടുന്നതായിരിക്കും. ഇത് അടച്ചു വെച്ച മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് അടി പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമ്മുടെ ബീഫ് വെന്തു. ഇതിലെ വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ബീഫ് ഈ പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഈ പാനിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അരിഞ്ഞിടുന്നതിന് പകരം നമുക്ക് ചതച്ചിടാവുന്നതുമാണ്. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് കീറിയത്, എരിവ് നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടാനുസരണം ഇടുക. ഇതിലേക്ക് 1 സവാള ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾക്ക് മുളക് അധികം ഇഷ്ടമല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മുളകിൻ്റെ ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുക. പച്ചമുളക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, അധികം മുളക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടി ഏകദേശം 1 മിനിറ്റ് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല റെഡിയായി. ഇതിലേക്ക് ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ തീയെ ലോ ഫ്ലെയിമിൽ വച്ച് നമ്മുടെ ബീഫ് വെള്ളമെല്ലാം നന്നായി വറ്റി ഡ്രൈ ആയി നല്ല ഫ്രൈ ആകുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ബീഫ് ഫ്രൈ ഏകദേശം റെഡിയായി. ഇതിൻ്റെ കളറെല്ലാം മാറി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞോണം, നിങ്ങൾക്ക് എരിവ് അധികം ഇഷ്ടമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് ഈ മല്ലിയിലയുടെ സ്ഥാനത്ത് കുറച്ച് കരിവേപ്പില ഇട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. ബീഫ് ഫ്രൈ റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി. നല്ല രുചിയുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് ഫീഡ്ബാക്ക് തരണം. ഈ ബീഫ് ഫ്രൈ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.